സമയം ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ചിട്ടി റോബോനെ പോലെ ആയിട്ട് ബുക്കൊക്കെ ഒന്ന് മറിക്കുമ്പോഴേക്ക് നമ്മളെല്ലാം പഠിച്ചു കഴിയുകയാണെങ്കിൽ നമുക്ക് എന്താണ് വളരെ കുറച്ച് നേരം കൊണ്ട് വേഗം എല്ലാം തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. അത് നമ്മളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അല്ലേ, അങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നത്. നമ്മളുടെ ക്ലാസ്സിലായാലും നമ്മളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലായാലും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടാകും അല്ലേ, പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കും. നമ്മളാണെങ്കിലോ കുറേ സമയം ഇരുന്നാലും പഠിച്ചു തീരുന്നുണ്ടാവില്ല. അപ്പോൾ എന്താണ് ഇങ്ങനെ പെട്ടെന്ന് ചിലർക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നത്? അവരെന്തെങ്കിലും ടെക്നിക്സ് ഉപയോഗിക്കുന്നതുകൊണ്ടാണോ അവർക്ക് വേഗം കുറച്ച് സമയം കൊണ്ട് എല്ലാം പഠിച്ചു തീർക്കാൻ പറ്റുന്നത്? അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻലി അത് ഓരോ ടൈപ്പ് ആൾക്കാരെ പോലെ ഇരിക്കും. ചില ആൾക്കാർക്ക് പെട്ടെന്ന് പഠിക്കും, ചില ആൾക്കാർ കുറേ ടൈം എടുക്കും. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ചില ടെക്നിക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എത്ര സ്ലോ ലേണർ ആണെങ്കിലും നമുക്ക് എത്ര പതിയാണ് പഠിക്കാൻ പറ്റുന്നതെങ്കിലും ഒരു കുഴപ്പമില്ല. ബസ് ഈ പറയാൻ പോകുന്ന ടെക്നിക്സ് ഒന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ലേണിങ് കുറച്ചൊരു 3 മടങ്ങെങ്കിലും കൂട്ടാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ ഒരു 5 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 2 മണിക്കൂറോട് ഒരു 3 മണിക്കൂറോട് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സിമ്പിൾ ട്രിക്സ് ആൻഡ് ടിപ്സ് ആണ് മിസ് പറയുന്നത്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് കാണാം, അതുപോലെ തന്നെ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്, നമ്മുടെ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചറിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് നമ്മൾ പൊതുവെ എപ്പോഴും എന്താ ചെയ്യുക? ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുക്കും, നമ്മൾ വേറെ ഏതോ ലോകത്തായിരിക്കും, നമുക്ക് ആ ക്ലാസ്സിലുള്ളതൊന്നും മനസ്സിലായിട്ടും ഉണ്ടാവില്ല, നമ്മളെ നോട്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടും ഉണ്ടാവില്ല. അപ്പം നമ്മൾ വീട്ടിൽ പോയിരുന്ന് നമ്മൾ ക്ലാസ്സിൽ ഏതായാലും ഇപ്പോൾ ഒരു 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ക്ലാസ് കേട്ടു, അത് ഫുൾ വേസ്റ്റ് ആവും. നമ്മൾ അത്രയും സമയം തന്നെ ഈ കാര്യം സ്റ്റാർട്ടിങ് മുതൽ പഠിക്കാൻ വേണ്ടി എടുക്കും. നേരെ മറിച്ച് നമ്മൾ ടീച്ചറുടെ കൂടെ ക്ലാസ്സിൽ ഇരുന്ന് ആ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതേസമയം നിങ്ങൾ നോട്ട്സ് കൂടെ പ്രിപ്പയർ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു സമയം ടീച്ചർ പറയുന്നത് കേട്ടു, ആ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ വീണ്ടും അത് ഓർത്തെടുത്ത് നമ്മുടെ നോട്ടിൽ എഴുതി. ഇനി നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കുമ്പോൾ എന്താണ്? നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ വീട്ടിൽ പോയിട്ട് 1 മണിക്കൂർ കൊണ്ട് പഠിക്കേണ്ട കാര്യം നമുക്ക് 1/2 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റും. അതാണ് നമ്പർ 1 ആയിട്ടുള്ള കാര്യം. ഇനിയെങ്കിലും എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങൾ ക്ലാസ്സിൽ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ബാച്ചിലുള്ള മക്കളൊക്കെ ആണെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ട് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈവ് ക്ലാസ് കണ്ട് പഠിക്കുന്ന സമയത്ത് ടീച്ചറിൻ്റെ കൂടെ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക. അതേസമയം തന്നെ നോട്ട്സ് എഴുതി പോകാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്വന്തം ഉണ്ടാക്കിയിട്ടുള്ള ആ നോട്ട്സ് ആയിരിക്കും എൻ്റെ മക്കളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റീവ് ടൈം ഏതാണ്? അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്താണ് മിസ് പ്രൊഡക്റ്റീവ് ടൈം? അതായത് ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസ് ആണല്ലേ, ഓരോരുത്തർക്കും ഓരോരുത്തരായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം മിസ്സിന് ഇപ്പോൾ രാത്രി ഇരുന്നാണ് പഠിക്കാൻ പറ്റുന്നതെങ്കിൽ അതുപോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് ചിലപ്പോൾ രാവിലെ ആയിരിക്കും പറ്റുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഭയങ്കര അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടൈം ഉണ്ടാകും. ആ സമയം നമ്മളിരുന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മൾ 5 മണിക്കൂർ ഇരുന്ന് പഠിക്കേണ്ടത് നമുക്ക് 2 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തിനെയാണ് നമ്മൾ പ്രൊഡക്റ്റീവ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈം എൻ്റെ മക്കൾക്ക് ഓരോരുത്തർക്കും എന്താണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് രാവിലെ പഠിക്കുന്നതാണ് പറ്റുന്നത്, എനിക്ക് രാത്രി ഒത്തിരി നേരം ഇരുന്ന് പഠിക്കുന്നതാണ് ശരിയാവുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അപ്പോൾ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാത്ത മക്കളാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റീവ് ടൈം എന്താണെന്ന് കണ്ടുപിടിക്കാം. ഇനി മൂന്നാമത്തെ ടെക്നിക്ക് ഒരു ഫേമസ് ടെക്നിക്കാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫെയ്ൻമാൻ ടെക്നിക്ക് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ പേര് കേട്ടോ അയ്യോ മിസ് ഇത് ഞങ്ങൾക്ക് അറിയില്ല, അങ്ങനെയല്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഫെയ്ൻമാൻ ടെക്നിക്ക് എന്ന് പറയുക. നമ്മൾ മറ്റൊരാളുടെ ടീച്ചറായിട്ട് മാറുക. അപ്പം അങ്ങനെ അപ്പോൾ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വെറുതെ ബൈഹാർട്ട് ചെയ്ത് പോകും. അങ്ങനെയാണ് സാധാരണ നമ്മൾ പഠിക്കുക. പക്ഷേ അത് മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആ ഒരു സമയത്ത് എത്തുമ്പോഴെന്താണ്, നമ്മൾ ആ കോൺസെപ്റ്റ് നല്ലപോലെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കത് ഏറ്റവും സിമ്പിളായിട്ട് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പഠിക്കുന്നു, ബുക്ക് അടച്ചു വയ്ക്കുന്നു, എന്നിട്ട് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് ഞാൻ പഠിച്ചത് ക്ലിയർ ആയിട്ടില്ല, എനിക്ക് കിട്ടുന്നില്ല. നേരെ മറിച്ച് നമ്മളൊരു കോൺസെപ്റ്റ് നല്ലപോലെ പഠിച്ചിട്ടുണ്ടെങ്കിലോ നമുക്ക് മറ്റൊരാൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാനും പറ്റും. നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. ഓക്കെ, ഇനി നമ്മുടെ നാലാമത്തെ ടെക്നിക്ക്, നമ്മളെപ്പോഴും
ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം. ഓക്കെ, അതായത് ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കുന്നു, 6:30 ആകുമ്പോഴേക്കും പഠിക്കുന്നു, 7 മണി വരെ പഠിച്ചു തീർക്കുന്നു, 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, 9 മണിക്ക് സ്കൂളിൽ പോകുന്നു. അങ്ങനത്തെ പ്ലാൻ അല്ല മിസ് പറഞ്ഞത്. നമ്മളൊരു ദിവസത്തേക്ക് പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറയുമ്പം നമ്മളെപ്പോഴും ഇത് രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് ഉണ്ടാക്കുന്നതാണ് നല്ലത്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യാം. നാളെ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നാളെ എനിക്ക് സ്കൂളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്കൂളിൽ പോകുന്നു. അപ്പോൾ സ്കൂളിൽ പോകുന്നതിന് മുൻപ് എനിക്ക് എന്ത് കിട്ടും? എൻ്റെ കുറച്ചൊരു സമയം, ഒരു 2 hours എനിക്ക് അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു രാവിലെ എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു 2 മണിക്കൂറുണ്ട്. അപ്പോൾ ആ ഒരു 2 hours എന്താണ് നമുക്ക് മോർണിംഗിൽ കിട്ടും. റെഡി? ഇനി അത് കഴിഞ്ഞ് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയമാണുള്ളത്? ഓക്കെ, എത്ര സമയമാണുള്ളത്? ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ സ്കൂൾ വിട്ട് 6 മണിക്ക് വീട്ടിലെത്തും. ഞാനൊരു 6 മണി മുതൽ ഒരു 10 മണി വരെ പഠിക്കും. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഞാൻ എന്തൊക്കെ പഠിക്കും, എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യാം. അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം ആകുമ്പോൾ രാവിലെ എഴുന്നേറ്റു, ഇന്നിപ്പോൾ എന്താ ചെയ്യുക? അല്ല, ഒരു ഗ്ലാസ് കോഫിയും പിടിച്ച് നമ്മളിങ്ങനെ ഇരിക്കും. ഇന്നിപ്പോൾ എന്ത് ചെയ്യും? ഫിസിക്സ് ചെയ്യുക. അപ്പോൾ ഫിസിക്സിൻ്റെ ബുക്ക് എവിടെ? എന്നാൽ പിന്നെ ബയോളജി ചെയ്യുക. ബയോളജീൻ്റെ ബുക്ക് എവിടെ? അല്ലേ? അങ്ങനെ ഇരുന്ന് തന്നെ 1/2 മണിക്കൂർ പോകും. അപ്പോൾ അത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നാളെ രാവിലെ എനിക്ക് എഴുന്നേറ്റിട്ട് എനിക്കിത് പഠിക്കണം, ബുക്കൊക്കെ സെറ്റാക്കി വെക്കാം. അപ്പോൾ നമുക്കവിടെ സമയം വേസ്റ്റ് ആവില്ല. ആൻഡ് ഇത് നിങ്ങളുടെ ഇപ്പോൾ രാവിലെ ആണെങ്കിൽ അത് നിങ്ങളുടെ പ്രൊഡക്റ്റീവ് ടൈം ആയിരിക്കും അല്ലേ? നമ്മൾ സാധാരണ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ 5ാമത്തെ ടെക്നിക്ക് കൺസിസ്റ്റൻസി. വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എന്തൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളായിക്കോട്ടെ, നിങ്ങൾ എന്തിനു പഠിക്കുന്ന ആളായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളുടെ ഗ്രാഫ് എടുക്കുന്ന സമയത്ത് നമ്മളുടെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവണം? ഇങ്ങനെ ഉണ്ടാവണം. ഇതാണ് കൺസിസ്റ്റൻറ്റ് ഗ്രാഫ്. അതല്ല എന്നുണ്ടെങ്കിൽ ചില മക്കൾ എങ്ങനെയാണ് പഠിക്കുക? ഒരു ദിവസം ഭയങ്കര പഠിക്കും, അടുത്ത ദിവസം പഠിക്കില്ല. അടുത്ത ദിവസം പിന്നെയും പഠിക്കും, പിന്നെ പഠിക്കില്ല. പിന്നെ ഒരു ഗ്യാപ്പായിരിക്കും, ഒന്നും പഠിക്കില്ല. പിന്നെ അടുത്ത ദിവസം ഭീകരമായി പഠിക്കും, പിന്നെ പഠിക്കില്ല. ഇതൊരിക്കലും നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി തരില്ല. അതുമാത്രമല്ല, ഇത് നമ്മൾ പഠിച്ചു, ഇത്രയും നമ്മൾ പഠിച്ചു, പിന്നെ നമ്മൾ ഇത്രയും സമയം നമ്മൾ പഠിച്ചില്ല. ആ പഠിച്ചതൊക്കെ നമുക്ക് മറന്നു പോയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് കുറേ സമയമെടുക്കും ആ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും വീണ്ടും പഠിച്ച ആ ഒരു ട്രാക്കിലേക്ക് കയറി വരാനും. സോ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, ഇപ്പം നിങ്ങളത് ഒത്തിരി നേരം ഒരു ദിവസം 5-6 മണിക്കൂറൊന്നും പഠിക്കണമെന്നില്ല. എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക? എൻഷുർ ചെയ്യുക, ഞാനൊരു 2 മണിക്കൂറെങ്കിലും പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അതെല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ അതൊരു ഹാബിറ്റായിട്ട് മാറും അല്ലേ? ഇപ്പം നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ അല്ലെങ്കിൽ വൈകിട്ട് നിങ്ങൾ ചായ കുടിക്കുന്ന, കോഫി കുടിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എപ്പോഴും ആ ടൈം ആകുമ്പോൾ കോഫി വേണം അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എപ്പോഴും എഴുന്നേറ്റാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് എപ്പോഴും നാച്ചുറലി വെള്ളം കുടിക്കാനൊരു ടെൻഡൻസി ഉണ്ടാവും. സോ അതൊരു ഹാബിറ്റാണ്. നിങ്ങൾ എത്ര മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ ആ സമയത്ത് എഴുന്നേൽക്കും. അപ്പോൾ അതേപോലെ നമ്മൾ എപ്പോഴും ഈ ഒരു സമയം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ എപ്പോഴും പഠിക്കാനൊരു ടെൻഡൻസി വരും. അപ്പോൾ അങ്ങനെ ഒരു ഹാബിറ്റ് എൻ്റെ കുട്ടികൾ ഉണ്ടാക്കി വെക്കാം. ദെൻ അടുത്തത് നമ്മളുടെ 6ാമത്തെ ടെക്നിക്ക് നമ്മളുടെ മൈൻഡ് സെറ്റാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് നമ്മുടെ മൈൻഡ് സെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്നാമതായിട്ട് നമ്മളെപ്പോഴും നിങ്ങളിങ്ങനെ ഇപ്പം മിസ് പറഞ്ഞു കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ദിവസം നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു. അടുത്ത ദിവസവും നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരുന്നു. ഇപ്പോൾ Day 2 നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരുന്നു. പക്ഷേ നമ്മൾ എന്തോ കാര്യം നോക്കാൻ വേണ്ടി ഫോൺ നോക്കി നമ്മൾ നോക്കി ഇരുന്ന് നമ്മൾ ആലോചിച്ചു, അയ്യോ എൻ്റെ 1 മണിക്കൂർ ഫോൺ നോക്കി പോയല്ലോ, എന്നാൽ പിന്നെ ഇന്ന് പഠിക്കേണ്ട, നാളെ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും? വേസ്റ്റ് ആക്കും. അത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമ്മൾ എന്താ ചിന്തിച്ചത്? അയ്യോ എൻ്റെ ദിവസം പോയി. നേരെ മറിച്ച് നമുക്ക് എന്ത് ചിന്തിക്കാം? 1 hour പോയി, എനിക്ക് ഇനിയും ഒരു 1 hour ബാക്കിയുണ്ട് എന്ന് നമുക്ക് ചിന്തിച്ചാലോ? നമ്മൾക്ക് എപ്പോഴും ഇവിടെ നമുക്ക് കൺസിസ്റ്റൻസി മിസ്സാവുന്നത്. ഇന്ന് നമ്മൾ പഠിച്ചു, ഇവിടെ 1 മണിക്കൂറേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, നമ്മുടെ കയ്യിൽ ഇനിയും 1 മണിക്കൂറുണ്ട്. നമ്മൾ അത് ചിന്തിക്കാതെ ഇന്നത്തെ ദിവസം പോയി എന്ന് പറഞ്ഞ് ഇന്ന് പഠിച്ചില്ല, നമ്മൾ അടുത്ത ദിവസം പഠിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്കൊരു ട്രാക്ക് ഓഫ് കയറാനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. ഇവിടെയാണ് നിങ്ങളുടെ കൺസിസ്റ്റൻസി നഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റാം. ഇത്രയല്ലേ പോയില്ലോ, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഇനിയും ഉണ്ടല്ലോ. ഓക്കെ, ദെൻ നമ്മുടെ അടുത്തതാണ് ബി യുവർ ഓൺ മോട്ടിവേറ്റർ. നമ്മുടെ മക്കൾ എപ്പോഴും ചോദിക്കുന്നതാണ്, മിസ് ഒരു മോട്ടിവേഷൻ വേണം, മോട്ടിവേഷൻ ഇല്ല പഠിക്കാൻ. അപ്പോൾ മക്കളെ നമ്മൾ മറ്റൊരാളോട് ഇതിന് വേണ്ടിയിട്ട് ചിന്തിക്കുകയാണ്. നമ്മൾ നമ്മളോട് തന്നെ പറയാം, നീ എന്തൊരു സൂപ്പറാ, നീ അത്ര അടിപൊളിയായിട്ടാണ് പഠിക്കണേ, നീ ഒന്നുമില്ലെങ്കിൽ ഇത്രയും മാർക്സ് വാങ്ങിയില്ലേ അല്ലേ, നീ സൂപ്പറാണ്, നീ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്
എന്ന് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാം. നമ്മളൊരു ദിവസം കണ്ണാടി നോക്കിയിട്ട് പറയാം, നിൻ്റെ ബുദ്ധി അല്ലേ വിമാനമല്ല റോക്കറ്റാണ്, നീ അടിപൊളിയാണ് അല്ലേ, നീ എന്തൊരു നല്ല കുട്ടിയാ, നീ ഇത്ര നേരത്തെ എഴുന്നേറ്റില്ലേ, നീ ഇത്രയും പഠിച്ചില്ലേ, നീ ഓണം എക്സാമിന് ഇത്രയും മാർക്സ് വാങ്ങിയില്ലേ, സൂപ്പറായിട്ടുണ്ട്. നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക, നമ്മളോട് തന്നെ പറയാം നീ അടിപൊളിയാണ്, നീ സൂപ്പറാണ് എന്ന് പറയാം. പകരം നമ്മൾ എന്താ ചെയ്യുക, അയ്യോ എനിക്കൊന്നും പഠിച്ചിട്ട് കിട്ടുന്നില്ല, എനിക്കൊന്നും ഓർമ്മയില്ല, ഇതെന്നെ കൊണ്ട് പറ്റില്ല, നെഗറ്റിവിറ്റി. സോ ആ കാര്യങ്ങൾ ഒഴിവാക്കാം. ഓക്കെ, ദെൻ നമ്മുടെ 8ാമത്തെ ടെക്നിക്ക്, ആൻഡ് ദിസ് ഇസ് ദി ലാസ്റ്റ് ടെക്നിക്ക്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ നിങ്ങൾ ഒത്തിരി സമയം ഒന്നിരുന്ന് പഠിക്കണ്ട, നിങ്ങൾ എല്ലാ ദിവസവും മിസ്സ് പറഞ്ഞ പോലെ ഒരു 2 മണിക്കൂർ പഠിച്ചാൽ മതി. പക്ഷേ അത് കഴിഞ്ഞുള്ള 2 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യരുത്, സോഷ്യൽ മീഡിയയിൽ പോകരുത്. നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ്റെ ടൈം കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ 2 മണിക്കൂർ പഠിക്കുന്നുള്ളൂ, ബാക്കി 2 മണിക്കൂർ നിങ്ങൾ സോഷ്യൽ മീഡിയയിലാണ് സ്പെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ 2 മണിക്കൂർ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, കോൺസെൻട്രേഷൻ കിട്ടില്ല. അപ്പോൾ മിസ്സ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് 2 മണിക്കൂർ കോൺസെൻട്രേഷനോട് കൂടി പഠിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ടൈം നിങ്ങൾ കുറയ്ക്കണം. കാരണം സോഷ്യൽ മീഡിയ ഇസ് ദി ബിഗ്ഗസ്റ്റ് ഡിസ്ട്രാക്ഷൻ നൗഡേയ്സ്. ഇപ്പം നമ്മളുടെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്താണ്, സോഷ്യൽ മീഡിയ ആണ്. ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ്, യൂട്യൂബ്, റീൽസ് അല്ലേ, ഇതാണ് നമ്മളുടെ ഏറ്റവും. അപ്പം നമ്മളിങ്ങനെ പഠിക്കുമ്പോഴേക്കും, ഓ അവൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവോ, പോസ്റ്റിന് ഞാൻ ലൈക്ക് ചെയ്തിട്ടുണ്ടാവോ, അതിന് ഞാൻ കമൻറ്റ് ചെയ്യാൻ മറന്നുപോയല്ലോ, അയ്യോ അവരങ്ങനെ പോയി, അവർ ഈ ട്രിപ്പിന് പോയി, ഞാൻ മാത്രം എന്താ ഇങ്ങനെ. നമ്മൾ ഈ പഠിക്കാനിരിക്കുന്ന 2 മണിക്കൂറും നമ്മളുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. അപ്പം നിങ്ങൾ 2 മണിക്കൂർ പഠിച്ചാൽ മതി, പക്ഷേ ബാക്കി വരുന്ന സമയം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കരുത്. നേരെ മറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സസൈസ് ചെയ്യാം, കുറച്ച് നേരം മുറ്റത്തിരുന്ന് റിലാക്സ് ചെയ്യാം, നിങ്ങളുടെ പാരൻസിനോടൊക്കെ സംസാരിക്കാം, അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കൂളിൽ വർക്ക് ഉണ്ടോ, ഹോം വർക്ക് ഉണ്ടോ, അത് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഈ കുറച്ച് സമയം കൊണ്ട് കുറേ പഠിക്കാൻ പറ്റുക. റീസൺ സിമ്പിളാണ്, നിങ്ങൾ നല്ല ഫോക്കസ്ഡ് ആയിരിക്കും, നിങ്ങൾക്ക് നല്ല കോൺസെൻട്രേഷനും കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുള്ളത്. ഇതിൽ ഏതൊക്കെ ടെക്നിക്സ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യവും കൂടെ മിസ്സിനെ അറിയിക്കാം. ഇനി ഇതൊന്നും പറ്റുന്നില്ല എന്നാണെങ്കിൽ എൻ്റെ മക്കളെ എല്ലാ തരത്തിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മോട്ടിവേഷനും നിങ്ങൾക്ക് ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ട്സും ഒക്കെ തരാൻ വേണ്ടി നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചസ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, ജോയിൻ ചെയ്യാം, നമ്മുടെ ബാച്ചസിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. അതൊന്നും പറ്റാത്ത മക്കളാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലും ക്ലാസ്സുകൾ വരുന്നുണ്ട്, യൂട്യൂബിലെ ക്ലാസ്സുകൾ കണ്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതിൽ അടിപൊളിയായിട്ട് പഠിക്കാം.